അസ്സലാമു അലൈക്കും. ഇന്നത്തേത് ഞാൻ ഒരു പ്രത്യേക ഈ വീട്ടിലോട്ട് ഞാൻ വന്നത് ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ ദുഃഖകരമായ ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. അത് നിങ്ങളെ മുമ്പിൽ കൊണ്ടുവരണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ. നമുക്ക് സങ്കടം വരുന്ന ഒരു കാഴ്ച ആണ്. അതെന്തായാലും ഞാൻ ആദ്യമായിട്ടാണ്, ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ഈ വീട്ടിൽ വരാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നെ ഈ വീട്ടിലോട്ട് വേറൊരു ആവശ്യത്തിന് വന്നപ്പോൾ എനിക്ക് കണ്ട ഒരു കാഴ്ചയാണ്. ഞാൻ മുമ്പ് അവനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അവനെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നേരിൽ എനിക്ക് കാണാൻ പറ്റി. അതുകൊണ്ട് നിങ്ങളെ മുമ്പിലും എനിക്ക് കൊണ്ടുവന്ന് കാണിക്കണം എന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അത് കാണിക്കാം. ഓക്കെ, ഇതൊരു കാര്യം കാണിച്ചു തരാം. ഇത് അവൻ്റെ ഉപ്പച്ചി അവന് ആക്സിഡൻ്റ് ആയ ടൈമിൽ അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഉണ്ടാക്കിയതാണ്, ഒരു മെഷീൻ ഉണ്ടാക്കിയതാണ്, സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. കണ്ടല്ലോ. ഇതിന് ലൈറ്റില്ല. ഇതിനകത്ത് ഫിഷ് ഉണ്ടാണ് കണ്ടോ. ഇനി അടുത്ത കാഴ്ച നമുക്ക് സങ്കടം വരുന്ന ഒരു കാഴ്ചയാണ്. അത് എന്തായാലും നിങ്ങളെ മുമ്പിൽ ഞാൻ കാണിച്ചു തരാം. ദുഃഖകരമായ കാഴ്ചയാണ് അത്. എല്ലാവർക്കും വേദന കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ മനസ്സിലെ സങ്കടം തോന്നിയത് കൊണ്ട് ഞാൻ നിങ്ങളെ മുമ്പിലും കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ആർക്കും വേണേൽ നമ്മളെ ഒരു പാവം കൊച്ചു. ഇപ്പൊ എത്ര വയസ്സായി? ഇത് എത്ര വയസ്സായി? ഇപ്പൊ 10 പഠിക്കേണ്ടതാണ്. 10ാം ക്ലാസ് പഠിക്കേണ്ട കുട്ടിയായിരുന്നു. അവൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. അവൻ 10ാം ക്ലാസ് നമ്മളെ കുട്ടികളെ പോലെ ഇപ്പോൾ നല്ല ആരോഗ്യത്തോടെ ഉണ്ടെങ്കിൽ അവൻ ഓടിച്ചാടി നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. 10ാം ക്ലാസ് പഠിക്കുന്ന SSLC അവനെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും കൂടി ആവുമായിരുന്നു. അവൻ്റെ ഒരു ആക്സിഡൻറ്റ് വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവൻ. ഇതിപ്പോ എത്ര വർഷമായേ? എത്ര വർഷമായേ? 9 വർഷമായി. അവന് ആക്സിഡൻ്റ് ആയിട്ട് ഇപ്പോൾ 9 വർഷമായി. 9 വർഷം തികയുന്നു. എന്തായാലും ഈ മാസം അവന് 9 വർഷം തികയുന്ന ഒരു ഇതാണ്. എന്തായാലും നമുക്ക് ഈ ഒരു കാഴ്ച വേദന തരുന്ന ഒരു കാഴ്ചയാണ്. എനിക്ക് ശരിക്കും എടുക്കാൻ പറ്റിയിട്ടില്ല ലൈവ്. കാരണം ഞാൻ വന്നത് വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ ഞാൻ ലൈവ് ഒരു വീഡിയോ എടുത്തതാണ്, ഒരു സാമ്പിളായിട്ട് എടുത്തതാണ് ഈ വീഡിയോ. അവന് ഫുഡ് സാധാരണ ഫുഡ് കഴിക്കുന്ന നമ്മളെപ്പോലെ ഫുഡൊന്നും കൊടുക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. ഈ അവസ്ഥ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ദുആയിലും പ്രാർത്ഥനയിലും എല്ലാം അവന് വേണ്ടി എന്തായാലും നമുക്ക് ചെയ്യാം. അവനെ എത്രയും പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാനുള്ള ദുആയിൽ നമ്മളെ കുടുംബത്തെ ഒരു ബുദ്ധിയെപ്പോലെ നമുക്ക് തന്നെ അവനെ വേണ്ടി ദുആ ചെയ്യാം. എന്തായാലും പ്രാർത്ഥന, നമ്മളെല്ലാവരുടെയും പ്രാർത്ഥന അവന് വേണ്ടി ഉണ്ടാവും. അവനെ എത്രയും പെട്ടെന്ന് റെഡിയായി നല്ലൊരു മിടുക്കനായി വരട്ടെ. നമുക്ക് അങ്ങനെ ആശ്വസിക്കാം. എന്തായാലും ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്തായാലും നിർത്തുകയാണ്. ബൈ ബൈ. നല്ലൊരു വേദന തരുന്ന ഒരു വീഡിയോ ആണ് ഓക്കെ.